Hello everybody, welcome to Dots Academy. CSIR-ന്റെ എക്സാം ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 5 മുതൽ 20 വരെയാണ് എക്സാം വരുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 രണ്ടും ഒരു ദിവസമാണ് നടക്കുന്നത്. മോർണിംഗ് സെഷനും അതേപോലെ തന്നെ ആഫ്റ്റർനൂൺ സെഷനുമായിട്ടാണ് നടക്കുന്നത്. എക്സാമിൻ്റെ മോഡ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് CBT ആണ് എക്സാമിൻ്റെ മോഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സാം 10 മണിക്ക് തുടങ്ങുള്ളൂ എങ്കിലും റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 8:30ക്കാണ് വരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ വരണം. ആൻഡ് അതൊരു നീണ്ട ഒരു ദിവസമായിരിക്കും. കാരണം 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് നമ്മുടെ ഒരു എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ 8:30ക്ക് റിപ്പോർട്ടിംഗ് ടൈം ആയതുകൊണ്ട് 8:30 മുതൽ 5:30 വരെ തന്നെ നമുക്ക് ക്യാമ്പസിൽ ഉണ്ടായിരിക്കണം. ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ആകെ ഒരു 10 ദിവസം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ളതാണ് ഈ CSIR-ന്റെ എക്സാമിന്. കാരണം ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് ചില ടോപ്പിക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലിയർ സ്ട്രാറ്റജി തന്നെ നമുക്ക് ഈ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് വേണം. അപ്പം നമുക്കിതിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം പേപ്പർ 1ൽ എവിടെ ശ്രദ്ധിക്കണം, പേപ്പർ 2ൽ എവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് നമ്മൾ നല്ല ധാരണയുണ്ടായിരിക്കണം. പേപ്പർ 1ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. ഇപ്പോൾ ജനറൽ അവയർനെസ്സും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ടോട്ടൽ വരുന്നത് 150 മാർക്സ് ആണ്. 2 മണിക്കൂറിൻ്റെ സമയമാണ് വരുന്നത്. അപ്പോൾ രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഈ ഒരു പേപ്പർ 1 ആയിരിക്കും നമുക്ക് വരുന്നത്. സോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഈ സെക്ഷനിൽ വരുന്നത്. രണ്ടാമത് വരുന്നത് പേപ്പർ 2 എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ് ആൻഡ് മെൻ്റൽ എബിലിറ്റി മാത്രമല്ല. ഇതൊരു മിസ്നോമറാണ്. കാരണം ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പേപ്പർ 1ലും പേപ്പർ 2ലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം, നമ്മുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണ്, എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ പേപ്പർ 1ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ജനറൽ അവയർനെസ്സിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പൊളിറ്റി, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, കറൻറ്റ് ഈവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 3 കാര്യങ്ങളും നമ്മൾ തെറ്റിക്കാനേ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരമാവധി മിസ്റ്റേക്സ് ഇല്ലാതെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ. കാരണം നമുക്ക് പേപ്പർ 2ൽ നമുക്കറിയാതെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ടോട്ടൽ സ്കോർ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു സെക്ഷൻ എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്യണം. കാരണം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ് അത്യാവശ്യം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റി എന്തായാലും ഉണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഗവേണൻസ് മാത്രമാണ് ഒരു പരിധി, ലിമിറ്റഡ് ആയിട്ട് മാത്രം വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ. ബാക്കി എല്ലാ സ്ഥലത്തും തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയും കറൻറ്റ് ഇവൻറ്റ്സ് സാധാരണയായിട്ട് പഠിക്കാറുണ്ട്. അപ്പം ഇതിൽ പരമാവധി സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. അത് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. മിസ്റ്റേക്സ് ഒന്നുമില്ലാതെ കൂടുതൽ സ്കോർ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. 50 മാർക്സ് അതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കാരണം ഈ ആക്റ്റീവ്, പാസീവ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് സ്പീച്ച്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഉത്തരം വളരെ സ്പീഡിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പെട്ടെന്ന് തന്നെ കറക്റ്റ് ആൻസറിലേക്ക് വരാൻ പറ്റും. അതേപോലെ തന്നെയാണ് പ്രൊപ്പോസിഷനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പം സ്കോർ വരുന്ന ഒരു സെക്ഷനാണ്. സിനോണിംസ്, ആൻറ്റണിംസ്, സെൻറ്റൻസ് കറക്ഷൻ, കോമൺ എറേഴ്സ്, അതേപോലെ പങ്ക്ച്വേഷൻ സാധാരണയായിട്ട് എക്സാംസിന് കുറവാണ്. എന്നാലും പങ്ക്ച്വേഷൻ അത്യാവശ്യമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആയാലും അങ്ങനെയാണ്. അപ്പം ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഈ പറയുന്ന 50ഓളം മാർക്ക്, ഒരു ബിറ്റ്വീൻ 45 to 50 എന്തായാലും നമുക്ക് ആ ഒരു സ്കോറിൽ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സ്കോർ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൽ പരമാവധി സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്ന അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. കാരണം എന്ന് പറയുന്നത് നമ്മൾ സിലബസ് വെച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, റിവൈസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. സോഴ്സസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഹാരപ്പൻ സിവിലൈസേഷൻ, മൗര്യൻ, വേദിക്, പോസ്റ്റ് മൗര്യൻ പീരിയഡ്, ഗുപ്ത, പോസ്റ്റ് ഗുപ്ത, സൊസൈറ്റി, ഇക്കോണമി ആൻഡ് പൊളിറ്റി, അതേപോലെ തന്നെ മിഡീവൽ ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ബിറ്റ്വീൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, സുൽത്താൻസ് ഓഫ് ഡൽഹി, മുഗൾ കിങ്സ്, മറാത്താസ്, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബിഗിനിങ് ഓഫ് ഗാന്ധിയൻ എറ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണോ അത്
മാത്രമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാരണം സിലബസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിയിലും ഇതേപോലെ തന്നെ ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് പെർട്ടൈനിങ് ടു ദി ഫെഡറൽ സ്ട്രക്ചർ, ഡെവല്യൂഷൻ, അതേപോലെ തന്നെ കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം വിത്ത് ദാറ്റ് ഓഫ് അതർ കൺട്രീസ്, then separation of powers, parliament, state legislature, various constitutional posts, non constitutional bodies, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇവിടെ വരുന്ന ഈ വൾണറബിൾ സെക്ഷൻസ്, വെൽഫെയർ സ്കീംസ് ഫോർ വൾണറബിൾ സെക്ഷൻസ്, അതായത് സ്കീംസിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ താഴെ പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് കുറച്ചെങ്കിലും ലിമിറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു ട്രഡീഷണൽ പൊളിറ്റി ടോപ്പിക്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് സ്ട്രോങ് ഹോൾഡാണ്, സ്ട്രോങ് ഏരിയ ആണ്. അതേപോലെ തന്നെ കറൻറ്റ് ഈവൻറ്റ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നാഷണൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യൻ പൊളിറ്റി, ജുഡീഷ്യറി, എൻവയൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, അതേപോലെ തന്നെ സ്പോർട്സ് ന്യൂസ്, റിപ്പോർട്ട്സ്, കമ്മിറ്റി ആൻഡ് കമ്മീഷൻ, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, ആക്സിഡൻറ്റ് ആൻഡ് കലാമിറ്റീസ് ഫസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിനകത്ത് വളരെ വിശദമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിലബസ് നോക്കിയിട്ട് റിവിഷൻ നടത്തുമെങ്കിലും സിലബസ് നോക്കിയിട്ട് തന്നെ റിവിഷൻ നടത്തുക. ഇവിടെ ഇൻ്റർനാഷണൽ ആയാലും അങ്ങനെ തന്നെ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് സമ്മിറ്റ്സ് ആൻഡ് ഈവൻറ്റ്സ്, ഇൻ്റർനാഷണൽ അവാർഡ്സ്, ഫസ്റ്റ് ഇൻ ദ വേൾഡ്, ഇൻ്റർനാഷണൽ ലീഡർഷിപ്പ്, അതേപോലെ തന്നെ റിപ്പോർട്ട്സ്, കമ്മിറ്റീസ് ആൻഡ് റെക്കമെൻഡേഷൻസ്, ജിയോഗ്രഫിക്കൽ ഈവൻറ്റ് അറൗണ്ട് ദ വേൾഡ്. അപ്പം സ്റ്റിക്ക് ഓൺ ടു ദ സിലബസ്, സിലബസിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് പേപ്പർ 2 നോക്കാം. പേപ്പർ 2 കൊടുത്തിരിക്കുന്നത് എന്താണ്? ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. അതേപോലെ തന്നെ അരിത്തമെറ്റിക് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി ആണ്, ജനറൽ സയൻസ് ആണ്, പിന്നെ വേറൊരെണ്ണമുണ്ട്, ഏതാണ് അത്? നാഷണൽ ജിയോഗ്രഫിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓരോന്നും എന്താണ് 25 വീതമാണ് വരുന്നത്. 25 ക്വസ്റ്റ്യൻസും 25 മാർക്സാണ്. ഇത്രയും നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. കാരണം ഇതെല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന കാര്യമാണ്. റീസണിങ് ആയാലും മാത്സ് ആയാലും അതേപോലെ തന്നെ ജനറൽ സയൻസ് ആയാലും ഇതിനകത്തും തന്നെ വളരെ വിശദമായിട്ട് തന്നെ അവർ സിലബസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത വരുന്നത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയൺമെൻറ്റൽ ഇക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പം എൻവയൺമെൻറ്റ് എന്നുള്ള ചോദ്യം കുറച്ചാണെങ്കിലും അത്യാവശ്യം ചോദിക്കുന്നതാണ് കോമ്പറ്റേറ്റീവ് എക്സാമിൽ. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യു ഗോയിങ് ടു ഗെറ്റ് 25 ക്വസ്റ്റ്യൻസ്, 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സെക്ഷൻ ഒന്ന് നോക്കണം. അതേപോലെ തന്നെ എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. സാധാരണ നമ്മൾ എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് കേട്ടിട്ടുള്ളത് UPSCയുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിലാണ്, അതായത് മെയിൻസ് പേപ്പറിലാണ്. MCQ ആയിട്ട് നമുക്ക് അധികം ഒരു കേൾക്കാത്തൊരു സാധനമാണ് എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അതിനകത്തും സിലബസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ പലപ്പോഴും പഠിക്കാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാതെ പോവുകയും ചെയ്യാറുണ്ട്. അതൊരു തെറ്റായ ഒരു കാര്യമാണ്. പഠിക്കാത്തത് പഠിക്കണം, പക്ഷെ പഠിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ ഓൾറെഡി അറിയുന്ന കാര്യം, പ്രത്യേകിച്ച് മാത്സ് ആയാലും സയൻസ് ആയാലും പൊളിറ്റി ആയാലും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആയാലും അത് വളരെ സ്ട്രോങ് ആക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളിവിടെ ചിലപ്പോൾ നമ്മൾ നേരത്തെ പഠിക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് സ്കോർ വീണെന്ന് വരില്ല. പക്ഷേ അത് ഓൾറെഡി അറിയുന്നതുകൊണ്ടും വളരെ സ്ട്രോങ് ആയതുകൊണ്ടും ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ ഒരു സെക്ഷനൊക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഷുവർ ഷോട്ടാണ്. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാർക്സ് സെക്യൂർ ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി വരുന്നത്. അതേപോലെ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇവിടെ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണം എക്സാമിനെ സോൾവ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്. നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന ഒരു പക്ഷേ ഈ പറയുന്ന 4 സെഗ്മെൻറ്റിലായിരിക്കും നമുക്ക് ചെറിയ രീതിയിലെങ്കിലും പ്രശ്നം വരുന്നത്. കാരണം നമ്മളതധികം കേൾക്കുകയോ അല്ലെങ്കിൽ നമ്മളധികം മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനും പഠിക്കാത്തതുമാണ്. എങ്കിലും ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യുക. ബാക്കി നിങ്ങൾ ഏതൊക്കെ ടെക്സ്റ്റാണോ ഇതിനെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന 4 ടോപ്പിക്കിന്, അത് ഒന്ന് റെഫർ ചെയ്യുക. അത് ബേസിക്കലി ഒന്ന് റെഫർ ചെയ്ത് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ബേസിക് സ്ട്രാറ്റജി ഈസ് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളതും അതേപോലെ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണോ? വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്